സംയോജക്. സംയോജക് എന്ന് പറഞ്ഞാൽ എന്താ? വേ ശബ്ദ ജോ ദോ ശബ്ദവും യാ ദോ വാക്യക്കോ ജോഡ്തേ ഹെ. രണ്ട് വേർഡ്സ് ആവാം അല്ലെങ്കിൽ രണ്ട് സെന്റൻസ് ആവാം, അതിനെ എന്ത് ചെയ്യുക? ജോഡ്തേ ഹെ, കൂട്ടി യോജിപ്പിക്കുന്നു. ഉസേ സംയോജക് कहलाते हैं. അതിനെയാണ് സംയോജക് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, വിസ്മയാദിബോധക്. വിസ്മയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നമ്മളൊക്കെ സർപ്രൈസ്ഡ് ആവുക അല്ലെ, വിസ്മയാദിബോധക്. ഹലോ, വെൽക്കം ടു CC പ്ലസ്. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ എക്സാമിൻ്റെ ടൈമാണെന്ന് അറിയാം. നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ SSLC എക്സാം തന്നെയായിരിക്കും അല്ലേ, 10th CBSE ബോർഡ് എക്സാമും. അപ്പോൾ നമ്മൾക്ക് അതിനായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പാടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രാമർ പോർഷനാണ്. നമ്മളെ ഹിന്ദിയുടെ ആകുമ്പോൾ മെയിനായിട്ടും നമുക്ക് ഗ്രാമറാണ് എല്ലാവർക്കും എന്താ മനസ്സിലാവുന്നില്ല, എന്താ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും, മാർക്കും കൂടുതൽ എന്താ നമുക്ക് സ്കോർ ചെയ്യാവുന്നൊരു ഭാഗമാണ് നമ്മുടെ ഗ്രാമർ പോർഷൻ. പക്ഷെ അതാണ് കൂടുതൽ ആൾക്കാരും തെറ്റിക്കുന്നത്. നമുക്കിന്ന് എക്സാം ബേസ് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഗ്രാമർ പോർഷൻ എന്താണ് ഹിന്ദിയിൽ മെയിനായിട്ട് വരുന്നത്, SSLCക്കാർക്കും നമ്മുടെ ബോർഡ് എക്സാം CBSEക്കാർക്കും ഒക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ എന്താ സജ്ഞ, നൗൺ. സജ്ഞയിൽ എന്താ? സജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? किसी व्यक्ति वस्तु स्थान अथवा भाव के नाम को संज्ञा कहते हैं. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? വ്യക്തി. ഏതെങ്കിലും ഒരു വ്യക്തി ആവാം, വസ്തു ആവാം, സ്ഥാൻ, ഭാവ്. വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നമുക്കറിയാം, ഒരു പേഴ്സണിനെ കാണിക്കുന്ന, വസ്തു ഒരു വസ്തുക്കളെ കാണിക്കുന്ന, സ്ഥാൻ ഒരു പ്ലേസ്, പിന്നെ എന്താ ഭാവ് നമ്മുടെ ഫീലിങ്സ് എന്തോ ആവാം. അപ്പം അതിനെയൊക്കെ കാണിക്കുന്നതാണ് നമ്മുടെ എന്താ നാംകോ സജ്ഞ कहते हैं. ഉദാഹരണം देखते हैं हम. കിതാബ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്തൊക്കെയാ? കിതാബ്, മോണിക്ക ഒരു പേര്, കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ പുസ്തകം, കാൺപൂർ ഒരു പ്ലേസ്, പെൻസിൽ, ബാഗ്, ദില്ലി, മേരട്ട്, ഇതൊക്കെ എന്തുവാ? പ്ലേസ് ആണ്, വസ്തുവാണ്, സ്ഥാൻ, ഭാവ്, ഇതൊക്കെ കാണിക്കുന്നതാണ് സജ്ഞ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. എന്താ? സീതാനെ ബാസാർ സെ एक पेन खरीदा. സീത ബാസാർ സെ एक पेन खरीदा. അപ്പോൾ സജ്ഞ എന്ന് പറയുന്നത്, സജ്ഞയിൽ എന്തൊക്കെയുണ്ടാവും? വ്യക്തി, വസ്തു, സ്ഥാൻ അഥവാ ഭാവ് കാ ബോധ് കർത്തേ ഹെ. ഇതിനെയാണ് കൂടുതലും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെയാണ് സജ്ഞ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു മെയിൻ പോർഷൻ എന്താ? സർവനാം. സർവനാം കൂടുതൽ ആൾക്കാരൊക്കെ എന്താ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ഒരു പോർഷനാണ് സർവനാം. സജ്ഞ के स्थान पर प्रयोग होने वाले शब्दों को സർവനാം कहते हैं. സജ്ഞയുടെ, സജ്ഞ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാവാം, വസ്തുവാവാം, സ്ഥാൻ യാ ഭാവ് കാ ബോധ് കർത്തേ ഹെ എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന സജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ, ഒരാളെ നമ്മൾ സൂചിപ്പിക്കുകയെന്ന് വിചാരിച്ചു. അവിടെ പേരെടുത്ത് പറയുന്നില്ല, നമ്മളെന്താ അയാളെ എന്താ അയാളെ വിശേഷിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചോ. സജ്ഞ के स्थान पर प्रयोग होने वाले शब्दों को സർവനാം कहते हैं. സജ്ഞയുടെ ആ ഒരു പ്ലേസിൽ നമ്മൾ ഇത് എന്താ പ്രയോഗ് കർണേ വാലെ നമ്മൾ പ്രയോഗിക്കുന്ന ശബ്ദത്തെ സർവനാം എന്നാണ് പറയുന്നത്. ഉദാഹരണം देखते हैं. മേം, തും, ഹം, വഹ്, യഹ്, കോൻ, കുച്ച്, ക്യാ, മേനെ, മുझे, ഹമാര, തുമാര, ഇതൊക്കെ. ഇപ്പോൾ മേം അവിടെ നമ്മൾ പേര് വിശേഷിപ്പിക്കുന്നില്ല, ഞാൻ, എൻ്റെ പേര് പറയാതെ ഞാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. തും ഇയാള്, അയാളുടെ പേര് നമുക്ക് അറിയില്ലായിരിക്കാം, നമുക്കിപ്പോൾ അറിയുന്നതാവാം അറിയാത്തതാവാം. അപ്പം നമ്മൾ വിശേഷിപ്പിച്ച് എന്താ നമ്മൾ അവരെ എന്താ വിളിക്കാൻ ഉപയോഗിക്കുന്നതോ അവരോട് എന്തെങ്കിലും പറയാൻ കമാൻഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഈ ഒരു സർവനാം നമുക്ക് ഉപയോഗിക്കാം. തും, ഹം നമ്മൾ, വഹ് അദ്ദേഹം, യഹ് ഇത്, അതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് സജ്ഞാക്ക് സ്ഥാൻ പർ. സജ്ഞയുടെ ആ ഒരു പ്ലേസിൽ നമ്മൾ എന്താ പ്രയോഗ് ഹോനെ വാലെ നമ്മൾ പ്രയോഗിക്കുന്ന ശബ്ദത്തെ സർവനാം എന്ന് പറയും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റൻസ് വൈസ് ഉദാഹരണം നോക്കാം. आज सीधा का जन्मदिन है. ഇന്ന് സീതയുടെ जन्मदिन है. उसको सभी दोस्त उसके सभी दोस्त आएंगे. അവളുടെ, പിന്നെ നമ്മുടെ സീത പിന്നെ എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം എന്ത് ചെയ്തു? സർവനാം അവിടെ പ്രയോഗിച്ചു. उसके सभी दोस्त आएंगे और वह സുന്ദർ ഫ്രോക്ക് പെഹനെങ്കി. അപ്പൊ അവിടെ പിന്നെയും സീത സീത എന്ന് റിപ്പീറ്റ് ചെയ്യാതെ എന്ത് ചെയ്തു? സജ്ഞ കെ സ്ഥാൻ പർ സർവനാം കാ
प्रयोग किया, उसके वह सर्वनाम का प्रयोग इस वाक्य में किया. അടുത്തത് നോക്കാം. അടുത്താണ് വിശേഷൻ. നമുക്ക് സ്റ്റേറ്റ് സിലബസിലാണെങ്കിലും CBSE-യിലാണെങ്കിലും വിശേഷൻ ശബ്ദ ചുൻകർ ലിഖേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മെയിനായിട്ട് വരാറുള്ളതാണ്. അപ്പോൾ നോക്കാം. ജോ ശബ്ദ സംജ്ഞ യാ സർവനാം കി വിശേഷത ബത്താത്തെ ഹെ. സംജ്ഞയുടെ സർവനാമിന്റെ നമ്മളിപ്പോൾ കണ്ടു. സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടേ? संज्ञा जब विकारी शब्द होते हैं जो किसी व्यक्ति वस्तु स्थान या भाव का बोध करते हैं. ഒരു വസ്തു ആകാം, വ്യക്തി ആവാം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ സർവനാം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടേ? സംജ്ഞ, ഒരു പേഴ്സണെ, ഇവിടെ സംജ്ഞയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേഴ്സണെ കാണിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പേര് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയാതെ എന്താ മേം, തും, വഹ്, ഉസ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് സർവനാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംജ്ഞ യാ സർവനാം കി വിശേഷത ബത്താത്തെ. അപ്പോൾ സംജ്ഞയെ ആവാം വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യക്തി, വസ്തു, സ്ഥാൻ യാ ഭാവ് ഇതിനെ ആവാം വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താ സർവനാമിനെ ആവാം വിശേഷിപ്പിക്കുന്നത്. വിശേഷത, അതിൻ്റെ വിശേഷത പറഞ്ഞുകൊണ്ടിട്ടുള്ളത്. ബത്താത്തെ ഹെ ഉനെ വിശേഷൻ കത്തെ ഹെ. അതിനെ നമ്മൾ കൂടുതൽ ഭംഗിയാക്കി പറയുക, അതിനെ വിശേഷിപ്പിച്ച് പറയുക, അതിനെയാണ് വിശേഷണം എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സുന്ദർ, ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ. ലംബ, നല്ല നീളമുള്ളത്. കാല, ബ്ലാക്ക് ആയിട്ടുള്ള. ഗോര, വെളുപ്പ്. നമ്മൾ ഓരോ വിശേഷണം കൊടുക്കില്ല ഒരാളെ കാണുമ്പോൾ. ഇപ്പം എന്താ ഒരു നല്ല നല്ല നീളമുള്ള എന്താ ചെടിയായിരുന്നു, ലംബ വൃക്ഷധ, ലംബ പേഡ്ധ എന്നൊക്കെ പറയും. നമ്മൾ അതിന് വിശേഷിപ്പിച്ച് പറയുക. അതാണ് ഇവിടെ എന്താ വിശേഷണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സെന്റൻസ് നോക്കാം, കൂടുതൽ എളുപ്പമായിട്ട് മനസ്സിലാവും. രോഹൻ ഏക് ലാൽ സേബ് ഖാ രഹാ ഹേ. രോഹൻ ഒരു റെഡ് കളറിലെ സേബ്, ആപ്പിള് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? രോഹൻ ഏക് സേബ് ഖാ രഹാ ഹേ. രോഹൻ ഒരു ആപ്പിള് കഴിക്കുകയാണ്. പക്ഷേ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്താ? ലാൽ സേബ്. അപ്പോഴല്ലേ ആ ഒരു സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന് കൂടുതൽ എന്താ വിശേഷണം കൊടുത്തു അവിടെ. എന്ത് പറഞ്ഞു? ചുമന്ന ആപ്പിള്. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കഴിക്കുക ആപ്പിൾ അല്ലേ? പക്ഷേ നമ്മുടെ രോഹൻ കഴിച്ചത് എന്താ? റെഡ് കളറിലെ ആപ്പിള്. അപ്പോൾ ഇതാണ് എന്താ വിശേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംജ്ഞ, സർവനാമിനെ ഇവിടെ നമുക്ക് എന്താ സംജ്ഞ എന്ന് പറയാം. സംജ്ഞയെ വിശേഷിപ്പിച്ചിരിക്കുന്നു ലാൽ. അപ്പോൾ ഇത് വിശേഷൻ. അപ്പോൾ സേബ് സംജ്ഞ. രാധ എക് സുന്ദർ ലഡ്കി ഹെ. രാധ എന്ന് പറയുന്നത് ഒരു ഭംഗിയുള്ള കുട്ടിയാണ്. ബ്യൂട്ടിഫുൾ, സുന്ദർ, എന്താ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്. ലഡ്കി ഹെ, പെൺകുട്ടിയാണ്. അപ്പോൾ രാധ എക് ലഡ്കി ഹെ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. രാധ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ കൂടുതൽ എന്താ വിശേഷിപ്പിച്ചിരിക്കുകയാണ് അല്ലേ? കൂടുതൽ രാധയെ കൂടുതൽ എന്താ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് അല്ലേ? സുന്ദർ, നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണെന്ന്. അപ്പോൾ വിശേഷണം എല്ലാവർക്കും മനസ്സിലായല്ലോ. സംജ്ഞ അല്ലെങ്കിൽ സർവനാമിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് വിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് എക്സാമിന് വരാറുള്ളതാണ്. വിശേഷൻ ലിഖ്യ, ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ വിശേഷൻ ശബ്ദ അല്ലെങ്കിൽ വിശേഷ്യ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ക്രിയ. ക്രിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്രിയ ചെയ്യുന്ന പ്രവൃത്തി അല്ലേ? കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. ജിസ് ശബ്ദ സേ കിസി കാം കെ കർനെ യാ ഹോനെ കാ ബോധ് ഹോത്താ ഹൈ. ഒരു ജോലി ചെയ്യുക അല്ലെങ്കിൽ എന്താ ജോലി ചെയ്യപ്പെടാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു, ജോലി ചെയ്യണം എന്നൊക്കെയുള്ളൊരു ബോധ്യം നമുക്ക് തരുന്നതാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം നോക്കാം. തൈർന, നീന്തുക. ഹസ്ന, ചിരിക്കുക. ഇതൊക്കെ എന്താ ഒരു ക്രിയയാണ്, ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളാണ്. ഖേൽന, കളിക്കുക. രോന, കരയുക. ഖാന, കഴിക്കുക. പീന, കൂതുന, ചാടുക. ഇതൊക്കെ എന്താണ്, എന്തിലാ വരുന്നത്? നമ്മുടെ ക്രിയയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് വൈസ് ഉള്ള എക്സാമ്പിൾ നോക്കാം. എന്താ? രോഹൻ പഡ് രഹാ ഹെ, മോഹൻ പാനി മേ തൈർ രഹാ ഹെ. ഇപ്പൊ രോഹൻ എന്താ ചെയ്യുന്നത്? കർത്താവ് എന്താ ചെയ്യുക? പഡ് രഹാ ഹെ, പഠിക്കുകയാണ്, ഒരു ക്രിയ ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോഹനോ? മോഹൻ പാനി മേ തൈർ രഹാ ഹെ. മോഹൻ വെള്ളത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോഹൻ, കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. ഇവിടെ എന്താ? രോഹൻ എന്ത് പ്രവൃത്തിയാ ചെയ്യുന്നത്? ക്രിയ. പഡ് രഹാ ഹെ. മോഹൻ പാനി മേ തൈർ രഹാ ഹെ. മോഹൻ എന്താ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോഹൻ ചെയ്യുന്ന, മോഹൻ എന്ന് പറഞ്ഞാൽ കർത്താവ്, കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ക്രിയയാണ് ഇവിടെ എന്താ? തൈർ രഹാ ഹെ. അടുത്തതിലേക്ക് പോവാം. അടുത്തത് ക്രിയാവിശേഷനാണ്. നമ്മൾ ക്രിയ കണ്ടു, ഇനി അടുത്തത് ക്രിയാവിശേഷൻ. वह शब्द जो हमें क्रियाओं की विशेषता बोध कराते हैं वह शब्द क्रिया विशेषण कहलाता है. നമ്മൾ ക്രിയ നേരത്തെ കണ്ടു അല്ലേ? അപ്പോൾ जो वह शब्द
जो हमें क्रियाओं की विशेषता, ആ ക്രിയകളെ വിശേഷിപ്പിച്ച് കാണിക്കുക, അതിനെ കാണിക്കുന്നതാണ് വ ശബ്ദ ക്രിയാവിശേഷൻ कहलाता है. ആ ശബ്ദത്തെ, ആ ഒരു വേർഡിനെയാണ് ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. ധീരെ, പതുക്കെ, സാമനെ, ഫ്രണ്ടിൽ, ഊപ്പർ, മുകളിൽ, നീച്ചെ, താഴെ, ബാർ ബാർ, പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. ഇത്തന, ഇത്രേ, ഉത്തന, അത്രയും, കിത്തന, ഇത്രേ, കബി. ഈ വേർഡൊക്കെ നമ്മളെ ക്രിയയിൽ യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ക്രിയാവിശേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് നേരെ നോക്കാം. മോഹൻ ധീരെ ധീരെ ചൽത്താ ഹെ. മോഹൻ പതുക്കെ പതുക്കെ നടക്കുന്നു. അപ്പൊ മോഹൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? മോഹൻ ചൽത്താ ഹെ. മോഹൻ ചെയ്യുന്ന ക്രിയ എന്ന് പറയുന്നത് മോഹൻ ചൽത്താ ഹെ. മോഹൻ എന്താ? നടക്കാണ്. അപ്പോൾ അവിടെ ക്രിയയ്ക്ക് മുന്നേ ഒരു വിശേഷണം കൊടുത്തു, ക്രിയയ്ക്ക് ഒരു വിശേഷണം കൊടുത്തു. ആ ക്രിയയ്ക്ക് വിശേഷണം കൊടുത്ത എന്താണ്? ധീരെ ധീരെ, പതുക്കെ പതുക്കെ നടക്കാണ്. അപ്പോൾ ക്രിയാവിശേഷണം എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്ക് മുന്നേ ക്രിയയ്ക്ക് ഒരു വിശേഷണം കൊടുക്കാണ്. അല്ലെങ്കിൽ ചൽത്താഹെ നമുക്ക് കോമൺ ആയിട്ട് പറയാം. മോഹൻ ചൽത്താഹെ, മോഹൻ നടക്കാണെന്ന് പറയാം. പക്ഷെ അതിന് കൂടുതൽ എന്താ വിശേഷിപ്പിച്ച് പറയുമ്പോൾ ധീരെ ധീരെ, പതുക്കെ പതുക്കെ നടക്കാണ്. ബച്ചെ ഊപ്പർ കേൾത്തെ ഹെ. കുട്ടികള് മുകളിൽ, ഊപ്പർ കേൾത്തെ ഹെ, മുകളിൽ കളിക്കുകയാണ്. നമുക്ക് എന്താ വേറെ സിമ്പിളായിട്ട് പറയാമല്ലോ. ബച്ചെ ഖേൽത്തെ ഹെ, കുട്ടികൾ കളിക്കുകയാണ്. പക്ഷേ ആ ക്രിയയ്ക്ക് ഒരു വിശേഷണം കൊടുത്ത് പറയുമ്പോൾ ബച്ചെ ഊപ്പർ കേൾത്തെ ഹെ, കുട്ടികൾ മുകളിൽ കളിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ക്രിയ കണ്ടു, ക്രിയാവിശേഷൻ കണ്ടു. നമ്മൾ വിശേഷണം നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ ക്രിയക്ക് ഒരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? വിശേഷണം കണ്ടതെന്താ? സംജ്ഞയ്ക്ക് ഒരു വിശേഷണം കൊടുക്കുക. സംജ്ഞയ്ക്ക് കൂടുതൽ എന്ത് ചെയ്തു? സംജ്ഞ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വസ്തു എന്തോ ആയിക്കോട്ടെ അതിനെ വിശേഷിപ്പിക്കുന്നതിനാണ് വിശേഷണം എന്ന് കണ്ടത്. ഇപ്പൊ ക്രിയാവിശേഷൻ നമ്മൾ കണ്ടു. ഇനി പൂർവസർഗ്. പൂർവസർഗ് എന്താന്ന് നോക്കാം. वे शब्द जो किसी संज्ञा या सर्वनाम और वाक्य के दूसरे भाग के बीच के संबंध को दर्शाता है उसे पूर्वसर्ग या संबंध सूचक अव्यय कहते हैं. जो वे शब्द जो किसी संज्ञ അല്ലെങ്കിൽ സർവനാം, ഇവിടെ ശ്രദ്ധിക്കണം, संज्ञ അല്ലെങ്കിൽ സർവനാം और वाक्य के दूसरे भाग के बीच के संबंध, ഒരു വാക്യത്തിന്റെ അടുത്ത ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ബന്ധം. ബീച്ച് കെ സംബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധമാകാം. ദർശാത്തെ ഹെ, അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഉസെ ദർശാത്താ ഹെ, അത് കാണിക്കുന്നു. ഉസെ പൂർവ സർഗ് യാ സംബന്ധ സൂചക് അവ്യയ. പൂർവ സർഗ് കാ ദൂസരാ നാം ഹെ ക്യാ ഹെ? സംബന്ധ സൂചക് അവ്യയ. പൂർവ സർഗിന്റെ അടുത്ത എന്താ വേറെ പേരാണ് സംബന്ധ സൂചക് അവ്യയ. ഇപ്പോൾ നമ്മളെ സംജ്ഞ, ഒരു ശബ്ദം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. കിസി സംജ്ഞ യാ സർവനാം और वाक्य के दूसरे भाग के बीच के, ഒരു സംജ്ഞ അല്ലെങ്കിൽ സർവനാം ഉണ്ട്. वाक्य के दूसरे भाग के बीच के संबंध को, ഒരു വാക്യത്തിന്റെ വേർഡിന്റെ അടുത്ത ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ആ വേർഡുകൾ തമ്മിലുള്ള ബന്ധമായിരിക്കാം. അതിനെ കാണിക്കുന്നതിന് പൂർവസർഗ് എന്ന് പറയും, അല്ലെങ്കിൽ സംബന്ധ സൂചക് അവ്യയ എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അന്തർ, അകത്ത്, ബാഹർ, പുറത്ത്, ഊപ്പർ, മുകളില്, നീച്ചെ, താഴെ, സാമനെ, ഫ്രണ്ടില്, പീച്ചെ, പുറകില്, പർ, ബീച്ച് മേ, മിഡിലായിട്ട്. ഇതൊക്കെയാണ് നമ്മളുടെ പൂർവസർഗായിട്ട് വരുന്നത്. അപ്പൊ സെന്റൻസ് നോക്കാം. ബില്ലി ബക്സെ കെ അന്തർ ഹെ. ബില്ലി, പൂച്ച, ബക്സെ കെ അന്തർ ഹെ, ബോക്സിന്റെ അകത്താണ് ഉള്ളത്. അപ്പോ ബില്ലി, ഒരു പൂച്ച ബോക്സിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ബോക്സിലാണ്, അതിൻ്റെ അകത്തുണ്ട് എന്ന് എന്താണ് നമ്മൾ പറയുന്നതിനെയാണ് അവിടെ ചേർത്തത്? പൂർവസർഗ് ജോയിൻ ചെയ്ത് കൊടുക്കൂ. ബില്ലി ബോക്സ് കെ അന്തർ ഹെ, ആ പൂച്ച ബോക്സിന്റെ അകത്തുണ്ട്. പേട് ഗർക്കെ പീച്ചെ ഹെ, ഒരു ട്രീ ഉണ്ട്, പക്ഷെ അത് എവിടെയാ ഉള്ളത്? ഗർക്കെ പീച്ചെ ഹെ, വീടിന്റെ പുറകിലായിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു ട്രീ ഉണ്ടെന്ന് പറഞ്ഞാൽ മേരെ ഘർ മേ പേട് ഹെ, അപ്പോൾ അത് എവിടെയാ ഉള്ളത്? ഗർക്കെ പീച്ചെ ഹെ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഈ പീച്ചെ, അന്തർ, ഇതുപോലെയുള്ള നമ്മൾ നേരത്തെ കണ്ട ബാഹർ, ഊപ്പർ, പർ, പീച്ചെ, ബീച്ച് മേ, ഇതൊക്കെ ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മുടെ വേർഡിൽ ജോയിൻ ചെയ്ത് ആ ഒരു വേർഡ് കംപ്ലീറ്റ് ആക്കുന്നതിനെയാണ് പൂർവസർഗ് എന്ന് പറയുന്നത്. സംയോജക്. സംയോജക് എന്ന് പറഞ്ഞാൽ वे शब्द जो दो शब्दों या दो वाक्य को जोड़ते हैं, രണ്ട്
വേർഡ്സ് ആവാം അല്ലെങ്കിൽ 2 സെന്റൻസ് ആവാം, അതിനെ എന്ത് ചെയ്യുക, ജോഡ്തേ ഹെ, കൂട്ടിയോജിപ്പിക്കുന്നു. ഉസേ സംയോജക് कहलाते हैं, അതിനെയാണ് സംയോജക് എന്ന് പറയുന്നത്. ഉദാഹരണം ലേക്കിൻ, നമ്മളിപ്പോൾ 2 വേർഡ്സ്, രണ്ട് സെന്റൻസ് ആയിരിക്കാം, അത് ഒരുമിച്ച് പറയുക. ലേക്കിൻ, ഓർ, അഥവാ, इसलिए, फिर भी, से, जब से, अभी तक ആദി. ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ലേക്കിൻ, ഓർ അല്ലെങ്കിൽ, ഇൽ അഥവാ അല്ലെങ്കിൽ എന്ന് പറയാം. ഇസ്ലിയെ അതുകൊണ്ട്, ഫിർബി എന്നിരുന്നാലും എന്നൊക്കെ പറയില്ലേ. സേ 2 സെന്റൻസ് ജോയിൻ ചെയ്ത് എഴുതാം. അത് പിന്നെയും എന്താണ് കോമയിട്ട് അല്ലെങ്കിൽ എന്താ വേറെ ഇതായിട്ട് എഴുതാതെ 2 കൂടെ കൂട്ടി യോജിപ്പിച്ച് എഴുതുന്നതിനെയാണ് സംയോജക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. സെന്റൻസ് മോഹൻ കോ ബുഖാർ ഹെ ഇസ്ലിയെ വഹ് സ്കൂൾ നഹി ജാ സക്കാ. അപ്പൊ മോഹൻ കോ ബുഖാർ ഹെ ഇസ്ലിയെ വഹ് സ്കൂൾ നഹി ജാ സക്കാ. മോഹന് എന്താണ്, ഫീവർ ആണ്. ഇസ്ലിയെ അതുകൊണ്ട്, വഹ് സ്കൂൾ നഹി ജാ സക്കാ അതുകൊണ്ട് അവന് ക്ലാസ്സിൽ സ്കൂളിലേക്ക് പോവാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇസ്ലിയെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ എഴുതാൻ പറ്റും? മോഹൻ കോ ബുഖാർ ഹെ, മോഹൻ ആർ സ്കൂൾ നഹി ജാ സക്താ അല്ലെങ്കിൽ ജാ സക്കാ. അപ്പോൾ ഇസ്ലിയെ വന്നപ്പോൾ ആ ഒരു സെന്റൻസ് എന്ത് ചെയ്തു, 2 കൂടെ ജോയിൻ ചെയ്തു. നല്ല അർത്ഥമൊന്നും മാറാതെ ജോയിൻ ചെയ്ത് എഴുതുക. 2 സെന്റൻസ് ഉള്ളത് ജോയിൻ ചെയ്ത് എഴുതുക എന്നാണ് സംയോജകിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. മോഹൻ കോ ബുഖാർ ഹെ, മോഹന് ഫീവർ ആണ്. ഇസ്ലിയെ അതുകൊണ്ട്, വഹ് സ്കൂൾ നഹി ജാ സക്കാ അതുകൊണ്ട് അവന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അടുത്തത് നോക്കിയേ, വിസ്മയാദിബോധക്. വിസ്മയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മളൊക്കെ സർപ്രൈസ്ഡ് ആവുക അല്ലേ, വിസ്മയാദിബോധക്. അപ്പം അതിനായിട്ട് തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വിസ്മയാദിബോധക് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമർ പോർഷൻ. ജിസ് വാക്യോമേം ആശ്ചര്യം നമുക്ക് എന്താ ആശ്ചര്യം തോന്നുക, ഹർഷ്, ഷോക്, ഹൃണ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ, ആദിക്കെ ഭാവ വ്യക്ത ഹോ. അപ്പൊ ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ വിസ്മയാദിബോധക്. ഉനെ വിസ്മയാദിബോധക് വാക്യ കഹത്തെ ഹെ. ഇസ്കാ ചിഹ്ന, അപ്പൊ വിസ്മയാദിബോധക്കിന്റെ ചിഹ്നം ഏതാ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. വിസ്മയാദിബോധക ചിഹ്ന, ഈ ഒരു ചിഹ്നം എല്ലാവരും ഓർത്തിരിക്കുക. ഉദാഹരണം ബഹുത് അച്ഛ. അപ്പോൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും എന്താണ് നമ്മൾ ടീച്ചർമാർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസർ പറയുകയാണെങ്കിൽ പറയില്ലേ ടീച്ചർ, നമ്മളെ എന്താ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുക അല്ലേ, ബഹുത് അച്ഛ. അതൊക്കെ വിസ്മയാദിബോധക്കിൽ തന്നെ. അരേ, ഹായ്, വാ, വാ, ബഹുത് അച്ഛ എന്നൊക്കെ പറയില്ല. വാ, ഓ, രാം, ഷബാഷ് എല്ലാം ഇങ്ങനെ നമ്മൾ എന്താ സർപ്രൈസ്ഡ് ആയിട്ട് പറയുന്നത് പോലെയുള്ളതാണ് നമ്മുടെ വിസ്മയാദിബോധക്കിൽ വരുന്ന കാര്യങ്ങൾ. ആദ്യം അപ്പോൾ നമുക്കൊരു സെന്റൻസ് നോക്കുമ്പോൾ തന്നെ കൂടുതൽ മനസ്സിലാവും. ഷബാഷ് തുമ്നെ ടീക് ഉത്തർ ദിയ. അപ്പൊ ടീച്ചർ പറയുമെന്ന് പറയില്ലേ, ഷബാഷ് എന്താ വെരി ഗുഡ്, തുമ്നെ ടീക് ഉത്തർ ദിയ, നീ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞത്. അരേ യേ കോൻ ഹേ, ഇങ്ങനെ ഞാൻ പറയും, ഇത് ആരാണ്, നമുക്കറിയില്ല. അപ്പം നമ്മൾ ഒരാൾ വരുന്നുണ്ട്, അപ്പം നമുക്ക് അയാൾ അറിയില്ല, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇത് ആരായിരിക്കും എന്നുള്ളൊരു ഫീലിങ്സിൽ ചോദിക്കുക, അരേ ഈ കോൻ ഹേ. അപ്പം ആ ചിഹ്നം മറക്കരുത്. വേർഡ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ ചിഹ്നവും ഇമ്പോർട്ടൻ്റ് ആണ് വിസ്മയാദിബോധക്കിൻ്റെ. അടുത്തയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വിസ്മയാദിബോധക്കിൻ്റെ ആ ചിഹ്നം ഒരിക്കലും മറക്കരുത്. നമ്മുടെ ആ ഒരു വേർഡ് കഴിയുമ്പോൾ തന്നെ എന്തുണ്ടാവും, ആ ചിഹ്നം ജോയിൻ ചെയ്ത് കൊടുക്കുക. വിസ്മയാദിബോധക്, അപ്പോൾ വിസ്മയം കൊള്ളുക, നമുക്ക് സർപ്രൈസ്ഡ് ആവുക. അതെന്തിനായിരിക്കാം, ചിലപ്പോൾ ഒരു കൺഗ്രാജുലേഷൻ ലെവലിൽ നമ്മൾ കണ്ടു, ഫസ്റ്റ് ഷബാഷ് തുമ്നെ ടീക് ഉത്തർ ദിയ, അടുത്ത എന്താ അറിയില്ല ആരാന്നാവോ, അപ്പോഴും നമ്മളുടെ ഉള്ളിൽ എന്താ അത് ആരാന്നാവോ എന്ന് ഓർത്തിട്ടുള്ളൊരു ഫീലിങ്സ് ആണ്. അപ്പോൾ അരേ യേ കോൻ ഹേ, ഇത് ആരാ. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ കണ്ട ഗ്രാമർ പോർഷൻ. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഇനിയുണ്ട് കുറച്ചും കൂടെ ഗ്രാമർ പോർഷനുകൾ ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഈ ഒരു ലെവലിൽ തന്നെയാണ്. സ്റ്റേറ്റും CBSEയിലും കോമൺ ആയിട്ട് വരുന്ന ഏതാ, വിശേഷണാണ്. വിശേഷൺ ശബ്ദ ലിഖിയെ, വിശേഷ്യ ഓർ വിശേഷൺ. നമ്മൾ കുറച്ച് ഒരു നമ്മൾ സുന്ദർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ മിസ് പറയുകയാണെങ്കിൽ സുന്ദർ ഫൂൽ എന്ന് പറഞ്ഞ് തന്നിട്ട് എന്ത് പറയാം, വിശേഷൺ ശബ്ദ ലിഖിയെ. അപ്പോൾ വിശേഷൻ എന്ന് പറയുമ്പോൾ എന്താ, പൂവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താ, സുന്ദർ. അങ്ങനെ തിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് ഓരോ വേർഡുകൾ.
തന്നിട്ട് പറയും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് CBSEയിലും സ്റ്റേറ്റിലും ഒരേപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഗ്രാമർ കണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്താ? SSLCക്ക് A+ വാങ്ങുക അല്ലേ? അപ്പോൾ ഹിന്ദിയും നമ്മുടെ SSLCക്ക് എന്താ A+ കിട്ടാവുന്ന ഒരു വിഷയം തന്നെയാണ്. കുറേ കുട്ടികൾക്ക് എന്താണ് ഇപ്പോഴും പേടിയാണ്, ഹിന്ദി മനസ്സിലാവുന്നില്ല, ഗ്രാമർ പോർഷൻ കൂടുതലായിട്ടും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇവിടെ CC+ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ഏപ്രിൽ 1-ാം തീയതിയാണ് SSLCയുടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. CBSEക്കും സ്റ്റേറ്റിനും ഒരേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും A+ എന്ന സ്വപ്നം നമ്മുടെ CC+നോടൊപ്പം നമുക്ക് ഒരുമിച്ച് നമുക്കിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. നിങ്ങളെല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു.